ഇപ്പൊ ബയോകെമിസ്ട്രിയിലെ മോഡ്യൂൾ 6.1 ആണ് പ്രിപ്പറേഷൻ ഓഫ് നോർമൽ മോളാർ ആൻഡ് പെർസെന്റേജ് സൊല്യൂഷൻ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് സൊല്യൂഷൻ, ബേസിക് ആയിട്ടൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചർ. അതിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഒന്നോ അതിൽ കൂടുതലോ കോമ്പൗണ്ട്സ് കാണും. അതായത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയാലോ, ഒരു യൂണിഫോം കോമ്പോസിഷൻ ഉള്ള ഐഡന്റിക്കൽ ആയിട്ട് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരു ഫേസ്, അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ ഒരു കൊളോയിഡോ അങ്ങനെയുള്ള പലതരത്തിലുള്ള മിക്സ്ചേഴ്സ് നോക്കുവാണെങ്കിൽ അതിൻ്റെ അതിൽ 2 ഫേസസ് ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൽ ഫേസസ് ഒരു ഒറ്റ ഫേസ് ആയിട്ടായിരിക്കും ആ ഒരു മിക്സ്ചർ ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. അതിൽ ഓരോ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് വോളിയം നമ്മൾ എടുക്കുവാണെങ്കിൽ അതേ സെയിം യൂണിഫോമിറ്റി ആ ഒരു ടോട്ടൽ സൊല്യൂഷൻ അതിൽ കാണിക്കും. അപ്പോൾ ഇതിൽ ഒരു സൊല്യൂഷനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദ കമ്പോണന്റ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ലാർജർ ക്വാണ്ടിറ്റി, ഏറ്റവും കൂടുതൽ എമൗണ്ടിൽ കാണുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ വരുന്ന ആ ഒരു ഫേസിനെ, അല്ലെ ഫേസ് അല്ല, ആ ഒരു കോമ്പോണന്റിനെ നമ്മൾ സോൾവെന്റ് എന്നും, അതേപോലെ തന്നെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ വരുന്ന ആ ഒരു കമ്പൗണ്ടിനെ സൊല്യൂട്ട് എന്നും വിളിക്കും. ഇത് എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു സൊല്യൂഷനിൽ 2 കമ്പോണൻസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ബൈനറി സൊല്യൂഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ കുറച്ച് ടൈപ്സ് ഓഫ് സൊല്യൂഷനും കൂടെ മനസ്സിലാക്കി വെക്കുക. സോളിഡ് സൊല്യൂഷൻ ഉണ്ട്. സോളിഡ് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു, സൊല്യൂട്ട് എന്താണ്? സ്മോൾ ക്വാണ്ടിറ്റിയിൽ വരുന്ന ആ ഒരു കമ്പോണന്റ് ആണ് സൊല്യൂട്ട്. സോൾവെന്റ് എന്താണ്? ലാർജ് ക്വാണ്ടിറ്റി. അപ്പോൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ നമ്മൾ പറയുമ്പോൾ സോളിഡ് സൊല്യൂഷൻ ആകുമ്പോൾ അതിന്റെ സൊല്യൂട്ട് വരുന്നത് ഒന്നുകിൽ സോളിഡ് ആൻഡ് സോളിഡ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് കോപ്പർ ഡിസോൾവ്സ് ഇൻ ഗോൾഡ്. ഇനി ലിക്വിഡ് ഇൻ സോളിഡ് ആണ് അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം. ഗ്യാസ് ഇൻ സോളിഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പല്ലേഡിയം. ഇനി ലിക്വിഡ് സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ലിക്വിഡ് സൊല്യൂഷനിൽ സൊല്യൂട്ട് ആയിട്ട് സോളിഡ് ആൻഡ് ലിക്വിഡ്, സോൾവെന്റ് ആയിട്ട് ലിക്വിഡ് വരാം, അല്ലെങ്കിൽ ലിക്വിഡ് ഇൻ ലിക്വിഡ് വരാം, അല്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് പ്ലസ് ലിക്വിഡ് വരാം. ഓരോന്നിനും എക്സാമ്പിൾസും ഉണ്ട്. ഓക്കെ, ആൻഡ് ഗേഷ്യസ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് സോളിഡ് ഇൻ ഗ്യാസ്, ക്യാംഫർ ഇൻ നൈട്രോജൻ ഗ്യാസ്. ലിക്വിഡ് ഇൻ ഗ്യാസിന് എക്സാമ്പിൾ ആണ് ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രോജൻ ഗ്യാസ്. ഗ്യാസ് ഇൻ ഗ്യാസിന് എക്സാമ്പിൾ ആണ് മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രോജൻ ഗ്യാസ്. അപ്പൊ ഈ പറഞ്ഞതിലെല്ലാം എന്താണ്? 2 ഫേസസ് നമുക്ക് കാണാനായിട്ട് പറ്റും. 2 കമ്പോണൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരൊറ്റ ഫേസ് ആയിരിക്കും, 2 കമ്പോണൻസ് ആണ്. അതിൽ സ്മോളർ ക്വാണ്ടിറ്റി ഉള്ള ആ ഒരു കമ്പോണന്റിനെ നമ്മൾ സൊല്യൂട്ട് എന്നും, ലാർജർ ക്വാണ്ടിറ്റി ഉള്ള ആ ഒരു കമ്പോണന്റിനെ നമ്മൾ എന്താണ്? സോൾവെന്റ് എന്നും വിളിക്കും. അപ്പൊ ബേസിക് ആയിട്ട് സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ എന്തിനാണ്? ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഇനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങൾ, പെർസെന്റേജ് ആയിക്കോട്ടെ, മൊളാരിറ്റി ആയിക്കോട്ടെ, മൊളാലിറ്റി ആയിക്കോട്ടെ, നോർമാലിറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം ബേസിക് നമ്മൾ എന്താണ്, ഈ സൊല്യൂഷന്റെ ബേസിക്സ് അറിഞ്ഞാലാണ് നമുക്ക് ഇതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഇനി നമുക്ക് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ, അതായത് നമ്മൾ ഈ പറഞ്ഞ സൊല്യൂട്ട്, സോൾവെന്റ്, ഇപ്പൊ എത്രത്തോളം സൊല്യൂട്ട് ആണ് ഒരു സോൾവെന്റിൽ ഉള്ളത് എന്നതാണ് അതിനെ നമ്മൾ പറയുന്നത് കോൺസെൻട്രേഷൻ എന്ന്. എത്രത്തോളം സൊല്യൂട്ട് പ്രസന്റ് ഇൻ എ സൊല്യൂഷൻ എന്നുള്ളതാണ് അതിന്റെ കോൺസെൻട്രേഷൻ. അപ്പം ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ 7 രീതിയിൽ നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്ര മോളിക്യൂൾ സൊല്യൂട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ക്യാംഫറിൻ, കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഈ എക്സാമ്പിൾസിൽ കുറച്ച് മോളിക്യൂൾസിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം ഇത്ര മോളിക്യൂൾസ് ആണ്, ഇത്ര വാട്ടറിലാണ് ഉള്ളത് എന്ന് പറയാം. അതങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാം. നമ്പർ ഓഫ് മോളിക്യൂൾസിൽ പറയാം, അല്ലെ അതിന്റെ ഏരിയയിൽ പറയാം, അതിന്റെ വെയിറ്റിൽ പറയാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എത്രത്തോളം സൊല്യൂട്ട് ആ ഒരു സോൾവെന്റ് അല്ലെ ആ ഒരു സൊല്യൂഷൻ്റെ അതിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ ഒന്നാമത്തേതാണ് മാസ്
പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. മാസ് പെർസെൻറ്റേജ് എക്സ്പ്രസ് ചെയ്യുന്നത് വെയിറ്റ് ബൈ വെയിറ്റ് ആണ്. അതായത് സൊല്യൂട്ടിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സൊല്യൂഷന്റെ വെയിറ്റ്, അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സോൾവെന്റിന്റെ വെയിറ്റ്. അത് നമ്മൾ എന്ത് ചെയ്യും, പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേമാണ് മാസ് പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴോ, അവിടെ നമ്മൾ വോളിയം ആണ്. ഫോർ എക്സാമ്പിൾ, വോളിയം എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ മീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ മൈക്രോമീറ്റർ ക്യൂബ്. ഇങ്ങനെ നമ്മൾ വോളിയം അളവിൽ നമ്മൾ ആ ഒരു സൊല്യൂട്ടിന്റെ കണ്ടന്റ് എത്രത്തോളം സൊല്യൂട്ട് ഇത്ര സൊല്യൂഷനിലുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയും. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് മാസ് ബൈ വോളിയം പെർസെൻറ്റേജിലും പറയാം. അതായത് നമ്മുടെ കയ്യിലുള്ള സൊല്യൂട്ടിന്റെ ആ ഒരു വെയിറ്റ് ഇത്ര വോളിയം ഓഫ് സൊല്യൂഷനിലാണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ വാട്ടറിൽ എത്ര വെയിറ്റ് ഓഫ് നമ്മൾ സൊല്യൂട്ട് പറയണം, ആ ഒരു സൊല്യൂട്ട് ഇത്ര വെയിറ്റ് വാട്ടറിലുണ്ട്. അപ്പൊ വെയിറ്റ് ആൻഡ് വോളിയം ഇസ് കണക്റ്റഡ്. അപ്പൊ അതിനെ നമ്മൾ എന്താണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയും. ഇനി കുറച്ച് എന്താ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കുറച്ച് ടേംസിലൂടെ നമുക്ക് എന്താ ഈ ഒരു കോൺസെൻട്രേഷൻ പറയാം. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ നമുക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ്റെ അകത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ഈ യൂണിറ്റ് കൺവേർഷൻ്റെ അകത്തിൽ PPM എത്ര ഗ്രാം ആണ്, എത്ര മില്ലിഗ്രാം ആണ്, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക, പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത് ഒരു മില്യൺ, അതായത് 10⁶ പാർട്ടിക്കിൾസിൽ എത്ര പാർട്സ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് പാർട്സ് പെർ മില്യൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മില്യൺ എന്താണ്, 10⁶ ആണ്, അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി, ഇങ്ങനെ കുറച്ച് ടേംസിലും കൂടെ ഈ കോൺസെൻട്രേഷനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ മാസ് പെർസെൻറ്റേജിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. നമ്മളിപ്പോ പറഞ്ഞതാണ് എന്താണ് മാസ് പെർസെൻറ്റേജ്, രണ്ടും വെയിറ്റ് ബൈ വെയിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. നമ്പർ ഓഫ് ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ആ ഒരു സൊല്യൂഷന്റെ മാസ്, സൊല്യൂഷനെ നമ്മൾ 100 ഗ്രാമിൽ, ഇപ്പൊ സൊല്യൂഷൻ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, 500 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, പക്ഷെ ആ സൊല്യൂഷന്റെ ഒരു 100 ഗ്രാം എടുക്കുവാണെങ്കിൽ അതിൽ എത്ര സൊല്യൂട്ട് ഉണ്ട്. അപ്പൊ അത്ര ആ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്കിത് 500 ഗ്രാം ഉണ്ടെങ്കിൽ അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 1000 ഗ്രാം ഉണ്ടെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 100 ഗ്രാമിൽ എത്രയാണ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ W/W അല്ലെ വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് ഇക്വേഷൻ എന്താണ്, മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ഇക്വേഷൻ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചു പോവാം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു. ദ വോളിയം ഓഫ് ദ സൊല്യൂട്ട് ഇൻ മില്ലി ലിറ്റർ. ഓക്കെ, മില്ലി ലിറ്ററിൽ എത്ര സൊല്യൂട്ട് അല്ലെ എത്ര സൊല്യൂട്ട് ഉണ്ട്, എത്ര സൊല്യൂഷനിലാണ്, 100 ml ഓഫ് സൊല്യൂഷനിൽ എത്ര മില്ലി ലിറ്റർ ഓഫ് സൊല്യൂട്ട് ആണ് ഉള്ളത്. വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ഓഫ് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, വോളിയം ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ഇനി നമ്മൾ പറഞ്ഞ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, ദ നമ്പർ ഓഫ് ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. അതായത് ഈ മാസ് പെർസെൻറ്റേജിന്റെ ഇത്ര ലൈൻ എടുക്കുക, അത് മുറിക്കുക, ബാക്കി വോളിയം പെർസെൻറ്റേജിന്റെ ബാക്കി ലൈൻ, അതായത് ഇതിന്റെ രണ്ടിന്റെ ഒരു മിക്സ്ചർ ആണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ ന്യൂമറേറ്ററും ഇവിടുത്തെ ഡിനോമിനേറ്ററും ആണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ്റെ അകത്തിൽ വരുന്നത്. ഓക്കെ, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. നെക്സ്റ്റ് പാർട്സ് പെർ മില്യൺ, നമ്പർ ഓഫ് പാർട്സ് ഓഫ് സൊല്യൂട്ട്, എത്രത്തോളം സൊല്യൂട്ട് ഉണ്ട്, എത്രയാണ്, 10⁶ അല്ലെ 1 മില്യൺ പാർട്സ് ഓഫ് ദ സൊല്യൂഷൻ, അതാണ് പാർട്സ് പെർ മില്യണിൽ വരുന്നത്. ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്, നമ്പർ ഓഫ് പാർട്സ് ഓഫ് 1 കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കമ്പോണന്റ്സ്. എല്ലാ കമ്പോണന്റ്സിന്റെയും ടോട്ടൽ പാർട്സ് എടുത്തിട്ട് നമ്മൾ അതിനെ 10⁶ എന്നുള്ള ആ ഒരു എക്സ്പോണൻസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുകയാണ്, വിച്ച് ഈസ് കോൾഡ് ദ പാർട്സ് പെർ മില്യൺ. ഇനി പാർട്സ് പെർ ബില്യനും ഉണ്ട്, അപ്പൊ ബില്യണിലേക്കും നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഈ ഒരു പാർട്സ് പെർ മില്യണിലെ PPM തന്നെയാണ്. മോൾ ഫ്രാക്ഷനിലേക്ക് വരാം. മോൾ ഫ്രാക്ഷൻ ഇസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് 1 കമ്പോണന്റ് ഓർ സൊല്യൂഷൻ to the total number of moles of all components or solution. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ മോൾസ് എന്താണ്, മോളിക്യൂൾസ് എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ബേസിക് കെമിസ്ട്രി ആണ്. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡ്സിൽ നമുക്ക് പറയാം എന്താണ് മോള്, മോളിക്യൂൾസ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബേസിക് ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരും എന്താണ് ഒരു മോള് എന്നുള്ളത്. അപ്പം ഇത് മനസ്സിലാക്കാം. മോൾ ഫ്രാക്ഷൻ എന്താണ്, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് 1 കമ്പോണന്റ്, സൊല്യൂട്ടിന് എത്ര മോൾസ് ഉണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ആ സൊല്യൂഷനിൽ, സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്, സൊല്യൂട്ടും ഉണ്ട്, സോൾവെന്റും ഉണ്ട്. അപ്പൊ ഈ സൊല്യൂട്ടിന്റെ എത്ര മോൾസ് ഉണ്ട്,
ടോട്ടൽ എത്ര ഉണ്ട് അതേ പ്ലസ് സോൾവെന്റിന്റെ എത്ര മോൾസ് ഉണ്ട് എന്നുള്ളതായിരിക്കും അവിടെ. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഡിനോമിനേറ്ററിൽ വരുന്നത് ഇതിന്റെ രണ്ടിന്റെയും അഡീഷൻ ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. പക്ഷേ നമ്മുടെ ന്യൂമറേറ്ററിൽ എന്താണ് വരുന്നത്? നമ്മൾ ഏതിന്റെ മോൾ ഫ്രാക്ഷൻ ആണോ, ഏത് കമ്പോണന്റിന്റെ ഏത് സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ആണോ പറയുന്നത്, ആ ഒരു സൊല്യൂട്ട് മാത്രമായിരിക്കും മോളിൽ, അതിന്റെ നമ്പർ ഓഫ് മോൾസ് മാത്രമായിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു എൻ നമ്പർ ഓഫ് മോൾസ് എന്നാണ് ആ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ, അതായത് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസ് എന്നാണ് ആ ഒരു ഇക്വേഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് മനസ്സിലാക്കുക, സൊല്യൂട്ടിന്റെ ആ ഒരു മോൾ ഫ്രാക്ഷൻ പ്ലസ് സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു 1 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ആ ഒരു ടോട്ടൽ സൊല്യൂഷന്റെ മോൾ ഫ്രാക്ഷൻ. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇവിടെ വന്നു. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ ഇവിടെ എഴുതി. ഇനി നമ്മുടെ ബാക്കിയുള്ള പാർട്ടിൽ വരികയാണെങ്കിൽ ഇത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ് വരുന്നത്. ഇനി നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് എന്നുകൂടി ഒരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും വരുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അപ്പൊ ഈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. അപ്പൊ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ പറഞ്ഞ എൻ സൊല്യൂട്ട് പ്ലസ് എൻ സോൾവെന്റ്, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഈക്വൽ ആയിട്ട് വരും, ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ആ ഒരു ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു MCQ വരുവാണ്, ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂഷൻ ഈസ് ഓൾവേസ് 1 എന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൊളാരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഒരു മൊളാരിറ്റി ആയിട്ടുള്ള ഹൈഡ്രജൻ സൾഫ്യൂരിക് ആസിഡ് എങ്ങനെ ഉണ്ടാക്കാം, ഹൈഡ്രജൻ സൾഫൈഡ് എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, മൊളാരിറ്റി എന്ന് പറയുന്നത് എത്ര മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് ഒരു ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ ഉള്ളത് എന്നതാണ് ഒരു മൊളാരിറ്റി, അല്ലെങ്കിൽ എത്ര മൊളാറാണ് ആ സൊല്യൂഷൻ എന്ന് ആ ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെ ക്യാപിറ്റൽ M ടേമിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട്, മോൾ പെർ ലിറ്റർ, അല്ലെങ്കിൽ മോൾ L⁻⁻1. അപ്പൊ ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൊളാരിറ്റീനെ മാസ് ഓഫ് സൊല്യൂട്ട് എന്താണ്? W2, അതായത് W1 എന്താണ്? വെയിറ്റ് ഓഫ് സോൾവെന്റ് ആയിരിക്കും. മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. മോളാർ മാസ് എന്താണ്? അത് നമ്മൾ പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെന്റിനും ഓരോ മോളിക്കുലർ മാസ് ഉണ്ട്, അല്ലെ മോളാർ മാസ് ഉണ്ട്. ആ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് അതിന്റെ ഫോർമുല വെച്ചിട്ട് നമുക്ക് ആ ഒരു എലമെന്റിന്റെ എത്ര എലമെന്റ് ഉണ്ട് എന്ന് വെച്ചിട്ട് ആ ഓരോ എലമെന്റിന്റെ മോളിക്കുലർ മാസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്താണ്? ഒരു കോമ്പൗണ്ടിന്റെ അല്ലെ ആ ഒരു സൊല്യൂട്ടിന്റെ മോളാർ മാസ് നമുക്ക് കിട്ടും. അപ്പോൾ മൊളാരിറ്റിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഇക്വേഷൻ ആണ് മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ml. ഓക്കെ, ഇനി ഇത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബേസിക് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. ഇനി മൊളാലിറ്റിയിലേക്ക് വരാം. മൊളാലിറ്റി എന്നൊരു കൺസെപ്റ്റ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതും നമുക്ക് അറിഞ്ഞിരിക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും ശ്രദ്ധിച്ചേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൽ ഇവിടെ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ എന്തിലാണ്?
മൊളാരിറ്റി വന്നപ്പോൾ 1 ലിറ്റർ സൊല്യൂഷൻ, അതായത് നമ്മളൊരു ഗ്ലാസ് ഓഫ് സൊല്യൂഷൻ എടുക്കുവാണെങ്കിൽ അതൊരു 1 ലിറ്റർ ഗ്ലാസ് ആണ് നിങ്ങൾ വിചാരിക്കുക. ആ ഒരു ഗ്ലാസ് അല്ലെ ആ ഒരു 1 ലിറ്ററിൽ എത്ര സൊല്യൂട്ടിന്റെ മോൾസ് ഉണ്ട് എന്നുള്ളതാണ് മൊളാരിറ്റി. പക്ഷെ ഇവിടെ വന്നപ്പോ 1 കിലോഗ്രാം സോൾവെന്റ്, അതായത് സൊല്യൂട്ടിന്റെ കൂടെ സോൾവെന്റും കൂടെ ചേരുമ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാവുന്നത്. ആ രണ്ടാമത്തെ കമ്പോണന്റ് ആയിട്ടുള്ള ലാർജ് ക്വാണ്ടിറ്റിയിലുള്ള ആ ഒരു സോൾവെന്റിന്റെ എമൗണ്ട് 1 കിലോഗ്രാം എടുക്കുവാണെങ്കിൽ ആ സോൾവെന്റിൽ എത്ര സൊല്യൂട്ട് ആണ് മിക്സ് ആയിട്ടിരിക്കുന്നത്, അതിന്റെ നമ്പർ ഓഫ് മോൾസിനെയാണ് നമ്മൾ മൊളാലിറ്റി എന്ന് പറയുന്നത്. ഇക്വേഷൻ ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അപ്പൊ ഇതിനെ നമ്മൾ മാസ് ഓഫ് ദ സൊല്യൂട്ടിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഇവിടെ രണ്ടും എന്താണ്, ന്യൂമറേറ്റർ സെയിം ആണ്. മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷന് പകരം ഇവിടെ നമ്മൾ എന്താണ് കൊടുത്തത്, മാസ് ഓഫ് സോൾവെന്റ് ആണ് നമ്മൾ കൊടുത്തത്.